CPM-ന്റെ പ്രാദേശിക നേതാവും ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖവും ശബ്ദവുമായി സ്ഥിരസാന്നിധ്യമായി നിറഞ്ഞു നിന്ന റെജി ലൂക്കോസ് BJP-യിൽ ചേർന്നു. BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞ ഒരേ ഒരു വാചകം, അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും വിലയിരുത്തേണ്ടതും അതേ വാചകം തന്നെയാണ്. ഞാൻ എന്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറെ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. അങ്ങനെ എന്നെ BJP-യിലേക്ക് ക്ഷണിച്ചു. കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത്? കുറെ നാളുകളായി ഈ ആശയം എന്റെ മുന്നിലുണ്ട്, അതായത് എന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ റെജി ലൂക്കോസ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക? ശരീരം കൊണ്ട് CPM-നോടൊപ്പവും മനസ്സുകൊണ്ട് BJP-യോടൊപ്പവും നിന്ന അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ നടത്തിയത് രാഷ്ട്രീയ വ്യഭിചാരമല്ലേ? കുറെ നാളായി അദ്ദേഹം BJP-യുമായി തുടർന്നു പോന്നിരുന്ന അവിഹിത ബന്ധത്തിന്റെ പൂർത്തീകരണമല്ലേ ഇന്നത്തെ BJP പ്രവേശനത്തോടുകൂടി പൂർണ്ണമായത്? നമ്മുടെ നാടുകളിൽ ചില സ്ത്രീകൾ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ കണ്ട പുരുഷന്മാരോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ഓടിപ്പോകുന്ന വാർത്തകൾ നമ്മൾ നിത്യവും കാണാറുള്ളതല്ലേ? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അവർ ഇന്നലെ പരിചയപ്പെട്ട് ഇന്ന് ഇറങ്ങിപ്പോയി എന്നാണോ? ഒരിക്കലുമല്ലല്ലോ. അവർ തമ്മിൽ കുറെ കാലമായി ആ അവിഹിത ബന്ധം തുടരുന്നുണ്ട്. അതിന്റെ സൂചന എന്ന നിലയിൽ കിടപ്പറയിൽ പലപ്പോഴും അവൾ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ഭർത്താവിന്റെ അടുത്ത് നിന്ന് നീങ്ങിക്കിടന്നും അദ്ദേഹത്തിന്റെ സ്പർശനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയൊക്കെ പലപ്പോഴായി അവൾ അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ടാവും. ഭർത്താവിനോടൊപ്പം കിടക്കുകയും മനസ്സിൽ മറ്റൊരു പുരുഷനെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത വഴിവിട്ട അവിഹിത ബന്ധത്തിന്റെ ഫലമായിട്ടാണ് അവസാനം അവൾ മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഇതുപോലെ തന്നെ പാർട്ടി മെമ്പറായ റെജി ലൂക്കോസും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ടു പോയതല്ല. അവിഹിത ബന്ധത്തിന്റെ സൂചനകൾ വളരെ മുമ്പ് തന്നെ അദ്ദേഹവും തന്നിരുന്നു. തീവ്ര ഹിന്ദുത്വവാദവും വർഗീയതയും മുസ്ലിം വിരുദ്ധതയും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ചില ഓൺലൈൻ ചാനലുകളിൽ അദ്ദേഹം സ്ഥിര സാന്നിധ്യമായി മാറിയിരുന്നു. അങ്ങനെ ശരീരം കൊണ്ട് CPM-നോടൊപ്പം നിൽക്കുകയും മനസ്സിന്റെ വാതിലുകൾ BJP-ക്ക് വേണ്ടി തുറന്നിട്ട് BJP-യുമായി ഒരു അവിഹിത ബന്ധം, ഒരു വഴിവിട്ട ബന്ധം കുറെ നാളുകളായി അദ്ദേഹം വെച്ചു പുലർത്തുകയായിരുന്നു. ആ അവിഹിത ബന്ധത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിലാണ് അദ്ദേഹം CPM-നെ ഉപേക്ഷിച്ച്, സ്വന്തം പാർട്ടിയെ ഉപേക്ഷിച്ച് BJP-യോടൊപ്പം ഒളിച്ചോടിപ്പോയത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളിങ്ങനെ നിരന്തരം CPM-നെതിരെ സംസാരിച്ചാൽ ഇവിടെ RSS വളരുമെന്നാണ്. ഞാനപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ശരി, CPM-നെതിരെയുള്ള പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കാം. RSS വളരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റുമോ? ഒരു വളിച്ച ചിരി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കഴിഞ്ഞ ദിവസം CPM-ന്റെ മുതിർന്ന നേതാവ് AK ബാലൻ നടത്തിയ പ്രസ്താവനയടക്കം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ CPM-ന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് പ്രാദേശിക നേതാക്കൾ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ മാത്രം മതി ഇവിടെ RSS-നെ വളർത്തുന്നവരാരാണെന്നും RSS-നെ നട്ട് നനച്ചതിന് വെള്ളമൊഴിച്ചതിനെ പരിചരിക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയകളിൽ അവർ നടത്തിയ പ്രതികരണവും മാത്രം പരിശോധിച്ചാൽ മതി. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, ചുവപ്പ് നിറച്ചാൽ കാവിയാകുമെന്ന് കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കല്ലെറിയണോ അതോ കാര്യത്തിലെടുക്കണോ?